CRPC എവിഡൻസ് ആക്ടിലൊക്കെ അത് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോ. അത് എന്റെ സൗകര്യം, ഞാൻ ചെയ്യുന്നു, അത് ഞാൻ ചെയ്തോളാം. അത് എന്റെ പൈസക്ക് ഞാൻ ചെയ്തിട്ട് കൂട്ടിക്കോ. അനധികൃതം എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ അനധികൃതം അങ്ങനെയാണ് നിങ്ങൾ ബുൾഡോസർ വായിക്കുന്നേ. അപ്പൊ TM സിദ്ദിഖ് അനുകൂലികൾ നിശബ്ദമാണ് ശരിക്കും. ഏതാ TM സിദ്ദിഖ് അനുകൂലികൾ? അതൊക്കെ നിങ്ങൾ കണ്ടെത്തി എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമാണ്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഈ പൊന്നാനിയുടെ ജനത്തിന്റെ മനസ്സിനെയാണ് വിശ്വാസം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഇതൊരു പാർട്ടി ഗ്രാമമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് കണ്ണും പൂട്ടി വോട്ട് ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുള്ള സ്ഥലമൊന്നുമല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ ധാരാളം ശുദ്ധമായി പ്രവഹിക്കുന്ന വലിയ സഹിഷ്ണുതയുള്ള വലിയ ലിബറലായിട്ട് ചിന്തിക്കുന്ന മനസ്സുകളുള്ളൊരു ഇടമാണ് ഈ പൊന്നാനി. ആ മനസ്സുകളെ ചില പൊന്നാനിയുടെ ജനപ്രതിനിധികൾ വളരെ ഭംഗിയായിട്ട് അവരുടെ ആ ഒരു ക്വാളിറ്റിയെ തങ്ങളുടെ ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് ഉപയോഗിച്ചു. അത് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം, തീരദേശ മേഖലയിൽ ഉണ്ടായ ചെറിയ താങ്കൾക്ക് അത് അനുകൂലമായി വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? അല്ല, ഞാനത് LDF സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. അതൊക്കെ ആ പാർട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ. സങ്കുചിത പാർട്ടി ലൈനിൽ ഇത് കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പൊന്നാനി അങ്ങനെ ഒരു കൾച്ചറുള്ള സ്ഥലമല്ല. അത് അങ്ങനെ അങ്ങ് വിജയിപ്പിച്ചെടുക്കാൻ CPM കുറേ കേഡർ സംവിധാനവും ചില മുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചു കാലം പറ്റിയെന്നേ ഉള്ളൂ. ആ കാലം കഴിഞ്ഞു. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും ഇല്ലേ? അല്ല, ആ മുഖങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ അയ്യപ്പ ഭക്തയിടത്താവളം നടത്തുന്നു. ഇത് ജനം മുഴുവൻ കൂടിയാണ് നടത്തിയത്. അതിന് സ്പോൺസർമാർ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്നു. അതിവിടുത്തെ എല്ലാ സെക്ഷൻ ഓഫ് സൊസൈറ്റിയും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു. നമ്മളിതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, നമ്മളതിനൊന്ന് ഇറങ്ങി പുറപ്പെടുന്നു എന്നൊരു പണിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു സംഘാടനമൊക്കെ പ്രാഥമികമായി നിർവഹിച്ചെന്ന് റെയിലിൽ കയറ്റിയ ഇവിടെ ഏത് കാര്യവും സ്വയം ഓടും. പൊന്നാനിക്ക് അങ്ങനെ ഒരു വലിപ്പവും മഹത്വവും ഉണ്ട്. അത് പലരും തിരിച്ചറിഞ്ഞ് അറിയാതെ പോയതിന് എന്ത് ചെയ്യാൻ പറ്റും? ചോദ്യം ഇതാണ്, ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ഈ തെരഞ്ഞെടുപ്പ് പണവും പാർട്ടിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്ന് ഒരു ഘട്ടത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വണ്ടിക്കൂലിയും എൻ്റെ ഭക്ഷണവും എൻ്റെ യാത്രകളൊക്കെ ഞാൻ അങ്ങനെ പരാശ്രയമില്ലാതെ നിർവഹിച്ചു പോകുന്നു എന്നുള്ളതാണ് CPM സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവൻ ദരിദ്രവാസി ആവണം, അവന് ഫ്ലക്സ് അടിക്കാൻ പൈസ ഉണ്ടാവരുത്, അവന് പോസ്റ്റർ അടിക്കാൻ പൈസ ഉണ്ടാവരുത്, അവൻ ആളുകളെ സംഘടിപ്പിക്കാനൊക്കെ ഇത് കിട്ടാതെ പ്രയാസപ്പെടണം. രാജ്യാന്തര തലത്തിലൊരു പൊന്നാനി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സങ്കുചിതമായ ലോകത്ത് പൊന്നാനി വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്. പൊന്നാനിയിലൊരു കമ്മ്യൂണൽ ഹാർമണി എന്നത് അത് ഓരോ മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. ഞാൻ അത്തരമൊരു വികാരമുള്ള ആളുകളെ ഞാൻ കേരളത്തിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. വികസന രംഗത്ത് എന്താണ് ആവശ്യം? ഏതാ വികസന രംഗത്ത് എന്താണ്? അല്ല, വികസന രംഗത്ത് സ്വാഭാവികമായിട്ടും പൊന്നാനിയെ സംബന്ധിച്ച് ഈ നിലവിലുള്ള വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാക്കി പൊന്നാനിയെ മാറ്റണം എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ഞാൻ അദ്ദേഹം ഒരു മുതിർന്ന മനുഷ്യനാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിന്നെ അപകീർത്തിപ്പെടുത്താനൊന്നും അല്ല. ഇതൊക്കെ വ്യക്തിഗതമാണ്. ഞാൻ ഇന്നത് കണ്ടിട്ടില്ല, അപ്പം പുള്ളി ഇന്നത് കണ്ടില്ല എന്നുള്ള ലൈനിലേക്കൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ രാഷ്ട്രീയമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് അങ്ങേറ്റത്തെ സഹതാപമുള്ളത്. കാരണം ഈ പൊന്നാനി പോലത്തെ ഒരു സ്ഥലത്ത് MLA ആവാൻ അവസരം കിട്ടിയിട്ട് ഈ 4.25 കൊല്ലം അദ്ദേഹം എവിടെയും അങ്ങനെയൊന്നും ഒരു സാന്നിധ്യം അറിയിക്കാതെ ഈ 2026 ജനുവരി തൊട്ടങ്ങ് സജീവമാകുന്നൊരു MLA എന്ന് പറയുമ്പോൾ അതിലെനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനക്കുറവ് തോന്നി. ഞാൻ അത് ഈ വർഷം മാത്രമല്ല ചെയ്തത്, അതിൻ്റെ കഴിഞ്ഞ വർഷവും ഞാൻ ചെയ്തിരുന്നു. ഞാൻ 87 ഓല വീടുകൾ ഞാൻ കെട്ടിമേഞ്ഞ് കൊടുത്തിരുന്നു. അതുപോലെ തയ്യൽ മെഷീൻ ഞാൻ വെച്ചാൽ ഈ പിന്നെ റിലീഫിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് അതിൻ്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അവിടെ പലതും ഇവിടെ റിലീഫുകൾ ചെയ്യുന്നുണ്ട്. എനിക്കിത് വിളിച്ചു പറയാൻ താല്പര്യമായിട്ട് പറയല്ല. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.